ഇറാനുമായുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച ഒരിക്കലും നടക്കില്ല. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത തള്ളി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കൻ നേതാവ് നേരത്തെ നടത്തിയ വാദങ്ങൾ ഇത് കുറച്ചു. ഒരു മാധ്യമ അഭിമുഖത്തിനിടെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള സാധ്യമായ ചർച്ചകൾ യാഥാർത്ഥ്യമല്ലെന്ന് അരാഗ്ചി അഭിപ്രായപ്പെട്ടു. ഒരു മീറ്റിംഗിന് തയ്യാറാണെന്നോ ഒരു മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നോ ട്രംപ് പറഞ്ഞതായി ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു. നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കുകയും യഥാർത്ഥ ലോകത്ത് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു, അരാഗ്ചി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നത് നിർത്താൻ സമ്മതിച്ചതായി അവകാശപ്പെട്ട ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ. സാഹചര്യങ്ങൾ ഒത്തുചേരുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചന നൽകി. നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഖമേനി വാഷിംഗ്ടണുമായി നയതന്ത്ര ചർച്ചകൾ ഏർപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു, അദ്ദേഹം തീർച്ചയായും പങ്കാളിയാണ്. അവർക്ക് അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഖമേനിയെ കാണാനുള്ള ഭാഗ്യം ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. എനിക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ട്. എല്ലാം എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ച് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയേക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കൂടാതെ ഇറാനെതിരായ സൈനിക നീക്കത്തെ വിജയകരമായി വിശേഷിപ്പിച്ച ട്രംപ് ടെഹ്റാനെ പ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന് വാദിച്ചു. ഫെബ്രുവരി 28-ന് ഇറാനിൽ US ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ശത്രുത അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിൽ ഗണ്യമായ ചാഞ്ചാട്ടത്തിന് കാരണമായി. നവംബറിൽ നടക്കാനിരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനാഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് സൈനിക നടപടിക്ക് അമേരിക്കയ്ക്കുള്ളിൽ ആഭ്യന്തര എതിർപ്പ് വർദ്ധിച്ചു വരികയാണ്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ കടുത്ത പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്കുണ്ടായ യുദ്ധക്കെടുതികൾ പരിഹരിക്കാൻ ഇറാന്റെ ആസ്തികൾ ഉപയോഗപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കം. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതോടെ മേഖലയിൽ നിലവിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോഴാണ് ഈ ഫണ്ട് സഖ്യകക്ഷികളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വകമാറ്റാൻ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള സാധ്യതകൾ അമേരിക്കൻ ഭരണകൂടം ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും മാത്രമല്ല സഖ്യകക്ഷികൾക്ക് ഇതിനകം സംഭവിച്ച നഷ്ടങ്ങൾക്ക് വൻതുക പരിഹാരം നൽകാനും ഈ ആസ്തികൾ ഉപയോഗിക്കാനാണ് അമേരിക്കയുടെ തന്ത്രപരമായ നീക്കം. നിലവിൽ അമേരിക്ക മരവിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക ആസ്തികളെക്കാൾ കൂടുതൽ ഫണ്ട് ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന മുൻകാല നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിലവ് വിലയിരുത്താനും ആ ചിലവുകൾ വഹിക്കാൻ ഇറാന്റെ ആസ്തികൾ നിയമപരമായി ഉപയോഗിക്കാമോ എന്ന് പരിശോധിക്കാനും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. കുവൈറ്റിലും ബഹ്റൈനിലും നടന്ന ഇറാനിയൻ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ വന്ന ഈ പുതിയ സാമ്പത്തിക നീക്കം നിലവിലെ ദുർബലമായ നയതന്ത്ര ശ്രമങ്ങളിൽ കൂടുതൽ പിരിമുറുക്കമുണ്ടാകുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. ജനവാസ മേഖലകളിലൂടെ 7 ബാലിസ്റ്റിക് മിസൈലുകൾ കടന്നുപോയെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമില്ലെന്നും കുവൈറ്റ് അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ അപായ സൈറണുകൾ മുഴക്കുകയും താമസക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും അമേരിക്കൻ താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞെങ്കിലും 6 മിസൈലുകൾ തങ്ങൾ ആകാശത്ത് വെച്ച് തടഞ്ഞതായും മറ്റൊന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്നും അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. സൈനിക പിരിമുറുക്കങ്ങൾ വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണ്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ശനിയാഴ്ച ഇറാനിലെത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിക്കായി പാകിസ്ഥാൻ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രത്യേക സന്ദേശം അദ്ദേഹം കൈമാറിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചകളുടെ വേഗത കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഈ അടിയന്തര ഇടപെടലെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.